നമസ്കാരം. പ്രധാന വാർത്തകൾ. പതിനാറാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം ആവേശകരമായ അന്ത്യത്തിലേക്ക്. പരസ്യപ്രചരണം ചൊവ്വാഴ്ച വൈകിട്ട് വരെ, വ്യാഴാഴ്ച ജനം വിധിയെഴുതും. ആവനാഴിയിലെ അവസാന ആയുധവും പുറത്തെടുത്ത അതിശക്തമായ പ്രചരണത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ. രാഹുൽ ഗാന്ധി തിങ്കളാഴ്ച കുന്നംകുളത്ത്. വൈകിട്ട് 3:30 ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കുന്നംകുളത്തെത്തുക. സ്വീകരണത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായും കുന്നംകുളത്ത് ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും UDF നേതൃത്വം. ദൈവപുത്രന്റെ കുരിശുമരണത്തിന് ശേഷമുള്ള ഉയിർപ്പിനെ അനുസ്മരിച്ച് ക്രൈസ്തവ സമൂഹം ഈസ്റ്റർ ആഘോഷത്തിലേക്ക്. ആത്മവിശുദ്ധിയുടെ 50 നാൾ നീണ്ട വലിയ നോമ്പാചരണത്തിന് ശേഷമാണ് വിശ്വാസികൾ ഉയിർപ്പ് ഞായർ ആഘോഷിക്കുക. ദേവാലയങ്ങളിൽ വിപുലമായ ഒരുക്കങ്ങൾ. കുന്നംകുളത്ത് KSRTC ബസും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച അപകടം. ടാങ്കർ ലോറി ഡ്രൈവർക്ക് സാരമായി പരിക്ക്. 1 മണിക്കൂറോളം ക്യാബിനിൽ കുടുങ്ങിയ ഇദ്ദേഹത്തെ പുറത്തെടുത്ത് വാഹനത്തിന്റെ മുൻഭാഗം വെട്ടിപ്പൊളിച്ച്. അപകടം ശനിയാഴ്ച പുലർച്ചെ 3:30. വാർത്തകൾ വിശദമായി. ക്രൂരപീഡനങ്ങൾക്കും കാൽവരിയിലെ കുരിശുമരണത്തിനും ശേഷം പ്രത്യാശയുടെ ഉയിർപ്പ് തിരുനാളിലേക്ക് ക്രൈസ്തവ വിശ്വാസികൾ. 50 ദിനങ്ങൾ നീണ്ട ക്രൈസ്തവരുടെ വലിയ നോമ്പാചരണത്തിന്റെ സമാപ്തി കുറിച്ച് വിശ്വാസി സമൂഹം ഞായറാഴ്ച ഈസ്റ്റർ ആഘോഷിക്കും. മനുഷ്യരുടെ പാപങ്ങൾക്ക് മോചനമേകാൻ മനുഷ്യനായി അവതരിച്ച ദൈവപുത്രൻ സ്വയം ബലിയാവുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന വിശ്വാസത്തിന്റെ പൂർത്തീകരണമാണ് ഈസ്റ്റർ. കുരിശില്ലാതെ കിരീടമില്ല, തകർച്ചയില്ലാതെ ഒരു ഉയർച്ചയില്ല, നഷ്ടമില്ലാതെ ഒരു ലാഭവുമില്ല എന്ന ഓർമ്മപ്പെടുത്തലാണ് ഉയിർപ്പ് തിരുനാൾ നൽകുന്ന സന്ദേശം. 50 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിലൂടെ സ്വയം നവീകരിച്ചാണ് ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്ററിനെ വരവേൽക്കുന്നത്. കൊടിയ പീഡനങ്ങൾ സഹിച്ച മരിച്ച് കല്ലറയിൽ അടയ്ക്കപ്പെട്ടാലും സത്യം ഉയർത്തെഴുന്നേൽക്കുകയും ലോകത്തിനാകെ പ്രകാശം പരത്തുകയും ചെയ്യുമെന്നതിന്റെ നേർസാക്ഷ്യമാണ് ദൈവപുത്രന്റെ കുരിശുമരണവും ഉയർത്തെഴുന്നേൽപ്പും. ആ വിശ്വാസമാണ് 50 ദിവസം നീണ്ടുനിന്ന നോമ്പാചരണത്തിലൂടെ ക്രൈസ്തവർ കൈവരിക്കുന്നത്. പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും കരഗതമാക്കിയ പുതു ഊർജവുമായി ഈസ്റ്ററിനെ വരവേൽക്കാൻ ദേവാലയങ്ങളിൽ പാതിരാ കുർബാനകളും പ്രത്യേക പ്രാർത്ഥനകളും നടക്കും. വിശ്വാസികൾ ഒന്നാകെ തിരുകർമ്മങ്ങളിൽ പങ്കെടുത്ത് ഉയിർപ്പ് തിരുനാളിന്റെ ആഘോഷങ്ങളിൽ ഒന്നിക്കും. സമൂഹത്തിൽ ആശ്രയമില്ലാത്തവരെ ചേർത്ത് പിടിക്കുവാൻ, മനുഷ്യ സമൂഹത്തിന് തണൽ പകരുവാൻ, പ്രകാശം പകരുവാൻ ഓരോ മനുഷ്യ മനസ്സുകളിലും ക്രിസ്തുദേവന്റെ ഉയിർപ്പിന്റെ അനുഭവങ്ങൾ ഏറ്റുവാങ്ങി ഉയിർപ്പിന്റെ പ്രത്യാശയുടെ വെളിച്ചമായി ശോഭിക്കുക എന്നതാണ് ഈസ്റ്റർ മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം. ഉദ്ധിതനായ ക്രിസ്തു ആദ്യം പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് സമാധാനം എന്നാണെന്നും സമാധാനത്തിനായി ലോകം കേഴുന്ന കാലത്ത് ശാന്തിയുടെയും ആത്മരക്ഷയുടെയും നിത്യമായ സമാധാനത്തിന്റെയും സന്ദേശമാണ് ഉയിർപ്പ് ഞായറും യേശുക്രിസ്തുവും സമ്മാനിക്കുന്നതെന്ന് ഓർത്തഡോക്സ് സഭയുടെ കുന്നംകുളം തിരുവനന്തപുരം ഭദ്രാസന മെത്രാപ്പോലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് പറഞ്ഞു. CCTV പ്രേക്ഷകർക്ക് ഈസ്റ്റർ സന്ദേശം നൽകുകയായിരുന്നു മെത്രാപ്പോലീത്ത. യെരൂശലേം എന്ന പദത്തിൻ്റെ അർത്ഥം ദ സിറ്റി ഓഫ് പീസ് എന്നാണ്, സമാധാനത്തിൻ്റെ പട്ടണം എന്നാണ്. എന്നാൽ സമാധാനത്തിൻ്റെ പട്ടണത്തിൽ അന്നും ഇന്നും സമാധാനം പലപ്പോഴും ഇല്ലാതെ പോകുന്നു. ഈ അനുഭവം തന്നെയാണ് പലപ്പോഴും നമ്മുടെ വ്യക്തി ജീവിതത്തിലും പലപ്പോഴും ഉണ്ടാകുന്നത്. ഉദ്ധിതനായ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക്, തന്നെ അന്വേഷിച്ചു വന്നവർക്ക്, അവർക്കെല്ലാം നൽകുന്നത് നിങ്ങൾക്ക് സമാധാനം എന്നാണ്. പീസ് ബി വിത്ത് യു. സമാധാനം ലഭിക്കുവാൻ നമ്മുടെ തന്നെ ഹൃദയമാകുന്ന ആത്മീയ യെരൂശലേമിലേക്ക് കടന്നു വരികയും അവിടെ യേശുക്രിസ്തുവിനെ, ഉദ്ധിതനായ ക്രിസ്തുവിനെ കാണുവാനിടയാവുകയും എന്ന് അവനെ സാക്ഷിക്കുവാനും ഇടയാകുമ്പോൾ യഥാർത്ഥ സമാധാനം ലോകത്തിന് ലഭിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. സഹനവും പരാജയവും മരണവും ഒന്നിന്റെയും അന്ത്യമല്ല എന്ന് ഓർമ്മിപ്പിക്കുന്ന ദിനമാണ് ഈസ്റ്റർ എന്ന് തൃശൂർ അതിരൂപത സഹായ മെത്രാൻ മാർ ടോണി നീലങ്കാവിൽ പറഞ്ഞു.
പാപത്തിന്റെ പരിഹാരം ദൈവപുത്രൻ നൽകുന്ന രക്ഷയാണ് എന്ന ഉറപ്പുകൂടിയാണ് ഉയിർപ്പ് ഞായരെന്നും ബിഷപ്പ് പറഞ്ഞു. ഈസ്റ്റർ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. സഹനങ്ങളും പരാജയങ്ങളും മരണങ്ങളും ഒന്നിൻ്റെയും അന്ത്യമല്ല എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ദിനം. പാപത്തിനുള്ള പരിഹാരം ദൈവത്തിൻ്റെ പുത്രൻ തന്നെ നമുക്ക് വേണ്ടി നേടിത്തന്നു എന്ന് നമുക്ക് ഉറപ്പ് ലഭിക്കുന്നത് ഈ ദിനമാണ്. ഈസ്റ്റർ അത് വിജയത്തിൻ്റെ ദിനമാണ്. പരാജയങ്ങളൊക്കെ നൈമിഷികങ്ങളാണെന്നും അവ ഒരിക്കലും ജീവിതത്തിൻ്റെ അന്ത്യമല്ലെന്നും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സഹനങ്ങളെയും വെല്ലുവിളികളെയും പരാജയങ്ങളെയും നേരിടുന്നതിന് തികച്ചും കെൽപ്പില്ലാത്ത ഒരു തലമുറ ആയി നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പരിചിന്തനം ചെയ്യാം. യേശു സഹനത്തിൽ നിന്ന് ഒളിച്ചോടുകയല്ല, പരാജയങ്ങളെ ധീരതയോടുകൂടെ അഭിമുഖീകരിക്കുകയും മരണത്തിന് പോലും തന്നെ ഒരിക്കലും പരാജയപ്പെടുത്താനാകയില്ല എന്ന് നമുക്ക് വാക്ക് നൽകുകയും ചെയ്തവനാണ്. എല്ലാവർക്കും, പ്രത്യേകിച്ച് CCTV കുന്നംകുളം പ്രേക്ഷകർക്കും നാനാജാതി മതസ്ഥരായിട്ടുള്ള എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും ഉത്ഥാന തിരുനാളിൻ്റെ ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ ആശംസിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ചലച്ചിത്രാനുഭവം സമ്മാനിച്ച് ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ ദൃശ്യാവിഷ്കാരമൊരുക്കി മറ്റം സെന്റ് തോമസ് ഫൊറോനയിലെ വിശ്വാസികൾ. മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിലെ സാന്റോം യൂത്ത് മിനിസ്ട്രിയുടെ നേതൃത്വത്തിലാണ് മികവുറ്റ രീതിയിലുള്ള ദൃശ്യാവിഷ്കാരം ഒരുക്കിയത്. ദുഃഖവെള്ളി ആചരണത്തിന്റെ ഭാഗമായി മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ നിന്ന് ആരംഭിച്ച നഗരി കാണിക്കൽ പ്രദക്ഷിണം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ എത്തിയതിനു ശേഷമാണ് ദൃശ്യാവിഷ്കാരം അരങ്ങേറിയത്. യഹൂദ പടയാളികൾ പിടികൂടി ക്രിസ്തുവിനെ പിലാത്തോസിന്റെ അരമനയിൽ എത്തിച്ചതു മുതലുള്ള ചരിത്ര പശ്ചാത്തലമാണ് ദൃശ്യാവിഷ്കാരത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ലെന്ന് പറഞ്ഞ് കൈകഴുകിയ പിലാത്തോസിന്റെ അരമന മുതൽ കാൽവരി മല വരെ കുരിശും വഹിച്ചുള്ള ദൈവപുത്രന്റെ യാത്രയും പടയാളികളുടെ കൊടിയ മർദ്ദനത്തെ തുടർന്ന് പാതയോരങ്ങളിൽ വീണുപോകുന്നതും ശിമയോൻ കർത്താവിന്റെ കുരിശു വഹിച്ച് സഹായിക്കുന്നതും രക്തം വാർന്ന മനുഷ്യപുത്രന്റെ മുഖം വെറോനിക്ക തുടച്ചുകൊടുത്തതും ഉൾപ്പെടെയുള്ള ചരിത്ര നിമിഷങ്ങൾ യൂത്ത് മിനിസ്ട്രി ഒരുക്കിയ ദൃശ്യാവിഷ്കാരത്തിൽ ഉൾപ്പെട്ടിരുന്നു. രണ്ടു കള്ളന്മാർക്കിടയിൽ മരക്കുരിശിൽ കൈകളിലും കാലിലും ഇരുമ്പാണികളാൽ തറയ്ക്കപ്പെട്ട് കിടക്കുന്ന യേശു ദാഹജലം ചോദിക്കുന്നതും പടയാളികൾ കുന്തം ഉപയോഗിച്ച് ആക്രമിക്കുന്നതും ഒടുവിൽ മരണത്തിന് കീഴടങ്ങുന്നതും ഒരു സിനിമ കാണും പോലെ ആസ്വദിക്കാവുന്ന വിധത്തിലായിരുന്നു ആവിഷ്കരിച്ചിരുന്നത്. വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ, സഹവികാരി ഫാദർ ജിയോ വേലൂക്കാരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ദൃശ്യാവിഷ്കാരം സംഘടിപ്പിച്ചത്. ജനം വിധി എഴുതാൻ ഇനി 5 നാൾ. രാഹുൽ ഗാന്ധി തിങ്കളാഴ്ച കുന്നംകുളത്ത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തിങ്കളാഴ്ച വൈകിട്ട് 3:30യോടെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കുന്നംകുളത്തെത്തുക. സ്വീകരണത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി UDF നേതൃത്വം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചരണത്തിന് ആവേശം പകരാൻ തിങ്കളാഴ്ച വൈകിട്ട് 3:30യോടെയാണ് രാഹുൽ ഗാന്ധി കുന്നംകുളത്തെത്തുക. ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ബദനി സെന്റ് ജോൺ സ്കൂൾ ഗ്രൌണ്ടിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്ന രാഹുൽ പൊതുസമ്മേളന വേദിയായി നിശ്ചയിച്ചിരിക്കുന്ന പഴയ ബസ് സ്റ്റാൻഡിലെത്തി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട റോഡ് ഷോ നടത്തില്ല. രാഹുൽ ഗാന്ധി ആദ്യമായാണ് കുന്നംകുളത്തെത്തുന്നത്.
നേരത്തെ സഹോദരി പ്രിയങ്ക ഗാന്ധി, പിതാവ് രാജീവ് ഗാന്ധിയും പിതൃമാതാവ് ഇന്ദിരാഗാന്ധി തുടങ്ങിയവരെല്ലാം കുന്നംകുളത്തെത്തി തെരഞ്ഞെടുപ്പ് റാലികളിൽ സംബന്ധിച്ചിരുന്നു. രാഹുൽ ആദ്യമായി കച്ചവട നഗരിയിലെത്തുമ്പോൾ ആവേശകരമായ സ്വീകരണമാണ് ഒരുക്കുകയെന്ന് UDF നേതൃത്വം വ്യക്തമാക്കി. PT അജയ്മോഹൻ UDF സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് ആനയിക്കുന്നതിന് വേണ്ടിയുള്ള പ്രചരണത്തിൻ്റെ ഭാഗമായി ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പ്രതിപക്ഷ നേതാവ് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി കുന്നംകുളത്ത് 6-ാം തീയതി വൈകിട്ട് 3 മണിക്ക് എത്തുകയാണ്. ആളുകൾ ഒരു 5000-ൽ കൂടുതൽ ആളുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന വിധത്തിലുള്ളതായ സജ്ജീകരണങ്ങൾ നടത്തുന്നതിൻ്റെ തിരക്കിലാണ്. വലിയ മഹത്തായിട്ടുള്ള ഒരു ചരിത്ര സംഭവമായി കുന്നംകുളത്ത് രാഹുൽ ഗാന്ധിയുടെ ആ വരവ് ആഘോഷിക്കുന്നതിന് വേണ്ടി ജനങ്ങൾ മുഴുവൻ കാത്തിരിക്കുന്ന ആ ഒരു സന്തോഷ വിവരം നിങ്ങളെ ഏവരെയും അറിയിക്കുകയാണ്. മാളയിൽ നടക്കുന്ന പൊതുയോഗത്തിൽ പങ്കെടുത്ത ശേഷമാണ് രാഹുൽ കുന്നംകുളത്തെത്തുക. ഇവിടെ നടക്കുന്ന പ്രചരണ യോഗത്തിൽ കുന്നംകുളത്തിന് പുറമെ സമീപ നിയോജക മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും സംബന്ധിക്കും. കുന്നംകുളത്ത് UDF സ്ഥാനാർത്ഥി ഉജ്ജ്വല വിജയം നേടുമെന്നും UDF നേതൃത്വം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. വാർത്താ സമ്മേളനത്തിൽ ഐക്യജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് CB രാജീവ്, KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി, DCC ജനറൽ സെക്രട്ടറിമാരായ KC ബാബു, K ജയശങ്കർ, UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വർക്കിംഗ് ചെയർമാനും CMP ജില്ലാ സെക്രട്ടറിയുമായ ജയ്സിംഗ് കൃഷ്ണൻ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിമാരായ KC മൊയ്തുട്ടി, ഉസ്മാൻ കല്ലാട്ടയിൽ എന്നിവർ പങ്കെടുത്തു. കൊല്ലപ്പെട്ട KP വത്സലൻ രക്തസാക്ഷിത്വ ഫണ്ടിന്റെ വിനിയോഗവുമായി ബന്ധപ്പെട്ട് CPM വലിയ ക്രമക്കേട് കാണിച്ചുവെന്ന് ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് നേതാവ് C ഗോപപ്രതാപൻ രംഗത്ത്. ഇക്കാര്യം അറിയിച്ച് KP വത്സലന്റെ മകൻ നിരഞ്ജൻ തന്നെ സമീപിച്ചുവെന്നും ഗോപപ്രതാപൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം നടന്ന UDF കൺവെൻഷനിലാണ് കോൺഗ്രസ് നേതാവ് CPMനെതിരെ ആരോപണം ഉന്നയിച്ചത്. 75 ലക്ഷം രൂപ സമാഹരിച്ച് 35 ലക്ഷം രൂപ മാത്രമാണ് KP വത്സലന്റെ കുടുംബത്തിന് നൽകിയതെന്നും ബാക്കിയുള്ള 40 ലക്ഷം രൂപ പാർട്ടി അടിച്ചുമാറ്റിയെന്നും ആരോപിച്ച ഗോപപ്രതാപൻ തന്റെ അച്ഛന്റെ പാർട്ടി ചതിച്ചുവെന്ന് പറഞ്ഞുകൊണ്ടാണ് മകൻ നിരഞ്ജൻ തന്നെ സമീപിച്ചതെന്നും ആരോപിച്ചു. ഈ കഴിഞ്ഞ 18-20 കൊല്ലത്തെ ആ നിക്ഷേപത്തിന്റെ പലിശയായിട്ടാണ് ബാക്കിയുള്ള ഈ 55-60 ലക്ഷം വരുന്നത്. ആ 60 ലക്ഷം രൂപയാണ് ഈ പയ്യന് നഷ്ടപ്പെട്ടത്. ആ പണം തിരികെ പിടിക്കാൻ വേണ്ടിയാണ് CPMനോട് സഹായം അഭ്യർത്ഥിച്ചപ്പോൾ CPM സഹായിക്കില്ല എന്ന് പറഞ്ഞ് നിരാശനായപ്പോഴാണ് നിരഞ്ജൻ UDFനെ സഹായിച്ചത്. UDF നിരഞ്ജനെ സഹായിക്കാൻ തയ്യാറായപ്പോഴാണ് നിരഞ്ജനെ സ്വാധീനിച്ചുകൊണ്ട് ഇപ്പൊ വീണ്ടും CPMന്റെ പാളയത്തിലേക്ക് കൊണ്ടുപോയി CH റഷീദിനെതിരെ ഈ വ്യാജ കുപ്രചരണം നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണം സമൂഹത്തിന്റെ എല്ലാ തുറകളിലേക്കും പടർത്തി കുന്നംകുളത്തെ LDF സ്ഥാനാർത്ഥി. ഈ തെരഞ്ഞെടുപ്പിൽ ഏറെ ചർച്ചാ വിഷയമായ തുറക്കുളം മാർക്കറ്റ് കേന്ദ്രീകരിച്ചായിരുന്നു ശനിയാഴ്ച രാവിലത്തെ AC മൊയ്തീന്റെ പ്രചരണം. ശനിയാഴ്ച പുലർച്ചെ 5:30 തുറക്കുളം മത്സ്യമാർക്കറ്റിലെത്തി കച്ചവടക്കാരും തൊഴിലാളികളും വിതരണക്കാരുമായ നൂറുകണക്കിന് പേരുമായി സംവദിച്ചു. ഈസ്റ്റർ പ്രമാണിച്ച് വലിയ വിഭാഗം ജനങ്ങളാണ് മാർക്കറ്റിലെത്തിയിരുന്നത്. വാഹന പര്യടനവും ദിവസേനയുള്ള വോട്ടർമാരുമായുള്ള കൂടിക്കാഴ്ചകൾക്കുമൊപ്പമാണ് ഇത്തരത്തിൽ സമൂഹത്തിന്റെ പരിച്ഛേദമായ ഇടങ്ങളിൽ കൂടി LDF പ്രചാരണം സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം കുന്നംകുളത്തെ യുവജനതയോടൊപ്പം നടത്തിയ പ്രഭാത നടത്തവും ജനശ്രദ്ധയാകർഷിച്ചിരുന്നു. ദുഃഖവെള്ളി ദിനത്തിൽ കടവല്ലൂർ നോർത്ത്, സൗത്ത്, പന്നിത്തടം, പോർക്കുളം, കാട്ടകമ്പാൽ ലോക്കൽ കമ്മിറ്റികളിൽ AC മൊയ്തീൻ വോട്ടർമാരുമായി സംവാദങ്ങളും ആശയവിനിമയവും നടത്തിയിരുന്നു. പോർക്കുളം ചൊവ്വന്നൂർ പഞ്ചായത്ത് റാലികളും കടങ്ങോട്, വെള്ളാറ്റഞ്ഞൂർ, പന്നിത്തടം മേഖലാ റാലികളും ശനിയാഴ്ച നടന്നു. LDF മണ്ഡലം കൺവീനർ MN സത്യൻ, CPM ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, MN മുരളീധരൻ, PG ജയപ്രകാശ്, KA അസീസ്, VC ഷാജൻ, PK നൌഷാദ് എന്നിവരും സ്ഥാനാർത്ഥിയോടൊപ്പം മാർക്കറ്റിൽ എത്തിയിരുന്നു. NDA ഗുരുവായൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ വടക്കേക്കാട് ചക്കിത്തറ ഉന്നതിയിൽ സന്ദർശനം നടത്തി. രാവിലെ 10 മണിയോടെ ഉന്നതിയിൽ എത്തിയ സ്ഥാനാർത്ഥി വീടുകൾ തോറും കയറിയിറങ്ങി വോട്ട് അഭ്യർത്ഥിച്ചു. ഗുരുവായൂർ നിങ്ങളുടെ മണ്ണാണെന്നും അതിനെ സംരക്ഷിക്കുവാനുള്ള ധർമ്മയുദ്ധത്തിലാണ് തങ്ങളുള്ളതെന്നും സ്ഥാനാർത്ഥി പറഞ്ഞു. BJP വടക്കേക്കാട് പ്രാദേശിക നേതാക്കളും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കുന്ന ചില കാര്യമുണ്ടെന്നേ, ഈ മണ്ണ് ഇപ്പോൾ വടക്കേക്കാട് ചക്കിത്തറ നിങ്ങളുടെയാണ്. ഈ ഗുരുവായൂർ ഞാൻ തൃശ്ശൂരിൽ നിന്ന് വന്നയാളാണ്, എൻ്റെ അല്ല, എനിക്കല്ല. നിങ്ങൾ ഈ ചക്കിത്തറയിലെ ആളുകൾ, വടക്കേക്കാട്ടെ ആളുകളുടെ മണ്ണാണ് ഗുരുവായൂർ.
ഈ ഗുരുവായൂരപ്പൻ ലോകത്ത് ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള ആരാ? ലോകത്ത് ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള ആളാണ് ഗുരുവായൂരപ്പൻ. ഗുരുവായൂരപ്പൻ നാളെ വിചാരിക്കുകയാണ്, എനിക്ക് ഈ ഗുരുവായൂരിലെ ആ ഗേറ്റ് മുഴുവൻ സ്വർണ്ണം ഇടണം എന്ന് പറഞ്ഞാൽ ആ സ്വർണം ഇടാൻ, ആ ഗേറ്റും അതിൻ്റെ ഫ്രണ്ടും ഒക്കെ സ്വർണ്ണം ഇടാൻ ആളുകൾ തയ്യാറാന്നേ. കോടിക്കണക്കിന് രൂപ ചെലവാക്കി അത് ചെയ്യാൻ ഈ ലോകത്തെ എത്ര ആളുകളാണ്. അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമാണ്. അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രത്തിൽ ഒരു ആശുപത്രി ഉണ്ടോ? ഐ ആം പുട്ടിങ് എ വെരി വാലിഡ് ക്വസ്റ്റ്യൻ. 10,000 ആളുകൾ വരുന്നു, ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക്, എന്ത് ചെയ്യും? ഏത് ആശുപത്രി കൊണ്ടുപോകും? കാജയിൽ കൊണ്ടുപോകണം. നേഴ്സും ഇല്ല, ഡോക്ടറും ഇല്ലാത്ത സ്ഥലത്തേക്ക് പോകണം. എന്തുകൊണ്ട് ഒരാശുപത്രി ദേവസ്വം ഉണ്ടാക്കുന്നില്ല? ഈ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയും ദേശീയ ജനാധിപത്യ സഖ്യവും മുന്നോട്ട് വയ്ക്കുന്നത് വികസനത്തിന്റെ രാഷ്ട്രീയമാണെന്ന് ബി.ജെ.പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ്. ദേശീയ ജനാധിപത്യ സഖ്യം മണലൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ.കെ. അനീഷ് കുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത കേരളം എന്ന മുദ്രാവാക്യം ബി.ജെ.പി മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിൽ സത്യസന്ധതയും വസ്തുതയുമുണ്ടെന്ന് ആളുകൾക്ക് ബോധ്യമുണ്ട്. അങ്ങനെ ബോധ്യമാകാനുള്ള പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ 12 വർഷക്കാലത്തെ അനുഭവമാണ്. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വികസനത്തെക്കുറിച്ച് പറയാൻ അവകാശമുണ്ടെങ്കിൽ അത് ഭാരതീയ ജനതാ പാർട്ടിക്കും എൻ.ഡി.എയ്ക്കും മാത്രമാണ് എന്നുള്ളതാണ് വർത്തമാനകാല ഭാരതം നമ്മെ പഠിപ്പിക്കുന്നത്. ആ വികസനം കേരളത്തിലും ഉണ്ടാകണം. കേരളത്തിന്റെ മുഖച്ഛായ മാറണം. അതിനാണ് ബി.ജെ.പി ശ്രമിക്കുന്നതെന്നും എം.ടി. രമേശ് കൂട്ടിച്ചേർത്തു. ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വികസനത്തെക്കുറിച്ച് പറയാൻ അവകാശമുണ്ടെങ്കിൽ അത് ഭാരതീയ ജനതാ പാർട്ടിക്കും എൻ.ഡി.എക്കും മാത്രമാണ് എന്നുള്ളതാണ് വർത്തമാനകാല ഭാരതം നമ്മളെ പഠിപ്പിക്കുന്നത്. ആ വികസനം കേരളത്തിലും ഉണ്ടാവണം. കേരളത്തിന്റെ മുഖച്ഛായ മാറണം. കേരളത്തിൽ ചെറുപ്പക്കാർക്ക് തൊഴിൽ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവണം. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ തന്നെ പഠിക്കാൻ സാധിക്കണം. ഏറ്റവും ആധുനികമായിട്ടുള്ള സർവകലാശാല വിദ്യാഭ്യാസം ലഭിക്കുന്ന നാടായിട്ട് കേരളത്തെ മാറ്റണം. എല്ലാവർക്കും വീടുണ്ടാക്കാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാവണം. എല്ലാവർക്കും കുടിവെള്ളം കിട്ടണം. എല്ലാവർക്കും ആരോഗ്യ പരിപാലനം ഉണ്ടാവണം. ചൂണ്ടൽ സെന്ററിൽ നടന്ന പൊതുയോഗത്തിൽ ബി.ജെ.പി ചൂണ്ടൽ മേഖലാ പ്രസിഡന്റ് സരിത ജയേഷ് അധ്യക്ഷയായി. ബി.ജെ.പി മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് എം.ആർ. വിശ്വൻ, ജനറൽ സെക്രട്ടറി പി.ജി. ജിനീഷ്, വൈസ് പ്രസിഡന്റുമാരായ മോഹിനി ടീച്ചർ, സന്തോഷ് കൊലാരി, കേച്ചേരി മേഖലാ പ്രസിഡന്റ് മുരളീദാസ് എന്നിവർ സംസാരിച്ചു. കുന്നംകുളം മണ്ഡലത്തിലെ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി എ.സി. മൊയ്തീൻ എരുമപ്പെട്ടിയിൽ പര്യടനം നടത്തി. കിഴക്കേ അങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച് കടങ്ങോട് റോഡ് ജംഗ്ഷനിലെത്തി പിന്നീട് സ്കൂൾ പരിസരത്ത് സമാപിച്ചു. വ്യാപാര സ്ഥാപനങ്ങളിലും ഓട്ടോ ടാക്സി തൊഴിലാളികളോടും വഴിയാത്രക്കാരോടും വോട്ട് അഭ്യർത്ഥിച്ചു. എൽ.ഡി.എഫ് പഞ്ചായത്ത് ചെയർമാൻ ടി.കെ. മനോജ്, കൺവീനർ എസ്. ബസന്ത്ലാൽ, എൻ.സി.പി ജില്ലാ സെക്രട്ടറി ടി.ജി. സുന്ദർലാൽ, സി.പി.എം ഏരിയ കമ്മിറ്റി അംഗം കെ.എം. അഷ്റഫ്, ലോക്കൽ സെക്രട്ടറി പി.സി. അബാൽമണി, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ മീന സാജൻ തുടങ്ങിയവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. ടി.എൻ. പ്രതാപൻ തട്ടിപ്പിന്റെ ആൾരൂപമെന്ന് കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ ചേർന്ന അഡ്വക്കേറ്റ് എം.എസ്. അനിൽകുമാർ. പാവർട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അനിൽകുമാർ പ്രതാപനെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചത്. റംസാൻ നോമ്പെടുക്കുന്നത് മുതൽ അറിയാത്ത മനുഷ്യരെ ചെന്ന് കെട്ടിപ്പിടിച്ച് ശാരീരികാക്രമണം നടത്തുന്നത് പോലെയുള്ള അപഹാസ്യ നാടകമാടുന്ന ടി.എൻ. പ്രതാപൻ തട്ടിപ്പിന്റെ ആൾരൂപമാണെന്ന് ഡി.സി.സി മുൻ വൈസ് പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് എം.എസ്. അനിൽകുമാർ പറഞ്ഞു. എന്താണ് ഒരു കെട്ടിപ്പിടുത്തം, ഒരു ഉമ്മവയ്ക്കല്, പുറത്തൊന്ന് അടിക്കല്? അപ്പൊ ഞങ്ങളൊക്കെ ഇതിൽ ബലിയാടായ ആളുകളാണ്. കുറെ ചെറുപ്പക്കാർ തൃശ്ശൂർ ജില്ലയിൽ ദേഹം അവസാനിപ്പിച്ച ചെറുപ്പക്കാരുടെ പട്ടിക എടുത്ത് നോക്കി കഴിഞ്ഞാൽ കെ.ബി. രവീന്ദ്രനാണ്, CPM-ലാണ്. എസ്.എഫ്.ഐ നേതാവായിരുന്ന കൊച്ചനിയൻ വധക്കേസിൽ തന്നെ ഒന്നാം പ്രതിയാക്കിയത് കോൺഗ്രസിലെ ചിലരുടെ താൽപര്യപ്രകാരമാണെന്നും പിന്നീട് ഹൈക്കോടതി തന്നെ കുറ്റവിമുക്തനാക്കിയപ്പോൾ സന്തോഷിക്കുന്നതിനു പകരം ഏറ്റവും കൂടുതൽ വിഷമിച്ചത് കോൺഗ്രസ് നേതാക്കളിൽ പലരുമാണെന്നും അതിൽ നിന്ന് അവരുടെ മനോഭാവം വ്യക്തമായെന്നും അദ്ദേഹം പറഞ്ഞു. 92 നിങ്ങൾക്ക് ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും, കൊച്ചിനിയൻ കൊലക്കേസ് എന്ന് പറയുന്ന പ്രമാദമായ കൊലക്കേസിൽ ഞാൻ ഒന്നാം പ്രതിയായിരുന്നു. എനിക്ക് ആ കേസുമായിട്ട് യാതൊരു ബന്ധമില്ല. രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ ഞാൻ പ്രതികരിക്കപ്പെട്ടാണ്. 1995 തന്നെ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിക്കുകയും 97 വരെ ഞാൻ കണ്ണൂർ സെൻട്രലിലേക്ക് എടുക്കുകയും ചെയ്തു. 2001 യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഞാൻ തിരിച്ചു വരുവാണ്. അത് കെ കരുണാകരനും ഒക്കെ ഉള്ളൊരു കാലഘട്ടമാണ്. അതിനുശേഷം കുറേ നാളുകളായിട്ട് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോഴായാലും എന്ത് തരത്തിലാണെങ്കിലും തൃശ്ശൂർ ജില്ലയിൽ ഒരു രാഷ്ട്രീയപരമായ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന, കോൺഗ്രസിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയായിട്ട് പ്രതാപം മാറുകയും
അതിനുശേഷം ആൾക്ക് ഇഷ്ടമില്ലാത്ത എല്ലാ ആളുകളെയും അവസാനിപ്പിക്കുകയും ആളുടെ ഒരു തൽപര കക്ഷികൾ മാത്രം കുത്തി നിറയ്ക്കുന്ന ഒരു രീതിയിൽ പറ്റും. തനിക്കെതിരെ നിൽക്കുന്നവരെ അവസാനിപ്പിക്കുന്നതാണ് പ്രതാപന്റെ രാഷ്ട്രീയം. കൊടുങ്ങല്ലൂരിലെ തെരഞ്ഞെടുപ്പിന് ശേഷം മത്സരത്തിനില്ല എന്ന് പ്രഖ്യാപിച്ച ആളാണ് പ്രതാപൻ. പിന്നീട് MP ആയി. എന്നിട്ടും ഗുണമില്ലെന്ന് മനസ്സിലാക്കിയാണ് വീണ്ടും നിയമസഭയിലേക്ക് മത്സരിക്കാൻ പ്രതാപൻ എത്തിയിരിക്കുന്നത്. മന്ത്രിയാകുമെന്ന ദിവാസ്വപ്നത്തിൽ വകുപ്പും PA-മാരെ വരെ പ്രതാപൻ തീരുമാനിച്ചു കഴിഞ്ഞതായും MS അനിൽകുമാർ പറഞ്ഞു. ചതിയൻ എന്ന പേര് കൂടുതൽ ചേരുന്നതും പ്രതാപനാണ്. പ്രതാപന്റെ മകളെ MS-ന് പഠിക്കാൻ പണം തന്ന് സഹായിച്ചത് യൂസഫ് അലിയാണെന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത പ്രതാപൻ അഴിമതിക്കാരൻ കൂടിയാണെന്നും യഥാർത്ഥത്തിൽ യൂസഫ് അലിയേക്കാൾ സമ്പന്നൻ ഇന്ന് പ്രതാപനാണെന്നും അനിൽകുമാർ പറഞ്ഞു. BJP പാവർട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജു പട്ടിയാമ്പുള്ളിയും അനിൽകുമാറിനൊപ്പം പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. നിയമസഭാ പൊതുതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സായുധ സേനയായ SSB സേനാംഗങ്ങളും വടക്കേക്കാട് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരും സംയുക്തമായി റൂട്ട് മാർച്ച് നടത്തി. പനന്തറയിൽ നിന്നും തുടങ്ങിയ മാർച്ച് ആൽത്തറ സെന്ററിൽ സമാപിച്ചു. കമാൻഡന്റ് ത്രിഭുവൻ സിംഗിന്റെ നേതൃത്വത്തിൽ നടന്ന റൂട്ട് മാർച്ചിൽ 40-ലധികം കേന്ദ്ര സായുധ സേനാംഗങ്ങൾ പങ്കെടുത്തു. വടക്കേക്കാട് SHO PP ജസ്റ്റിൻ, സബ് ഇൻസ്പെക്ടർ പ്രമോദ്, 15ഓളം പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. വരും ദിവസങ്ങളിൽ വടക്കേക്കാട് സ്റ്റേഷൻ പരിധിയിൽ തന്ത്രപ്രധാന മേഖലകളിൽ റൂട്ട് മാർച്ച് നടത്തുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ R. ദേശ്മുഖ് അറിയിച്ചു. പ്രവർത്തകരിൽ ആവേശം നിറച്ച് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കുന്ന കുടുംബയോഗങ്ങൾ. മണലൂർ നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി KK അനീഷ് കുമാറിന്റെ വിജയത്തിനായാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് പങ്കെടുത്ത കുടുംബയോഗം ചേർന്നത്. A ക്ലാസ് മണ്ഡലമായി BJP കണക്കുകൂട്ടിയിട്ടുള്ള മണലൂരിൽ NDA സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പാക്കുന്നതിനായാണ് സംസ്ഥാന നേതാക്കൾ തന്നെ നേരിട്ട് കുടുംബയോഗങ്ങൾ ചേരുന്നത്. ചൂണ്ടൽ പഞ്ചായത്തിലെ പയ്യൂരിൽ മുതിർന്ന BJP നേതാവ് സുധാകരന്റെ വസതിയിൽ നടന്ന കുടുംബയോഗം MT രമേശ് ഉദ്ഘാടനം ചെയ്തു. വികസിത കേരളം യാഥാർത്ഥ്യമാകണമെങ്കിൽ BJP കേരളത്തിൽ അധികാരത്തിൽ വരണമെന്ന് MT രമേശ് പറഞ്ഞു. കേരളത്തിൽ മുൻകാലങ്ങളിലെ പോലെ ഇടതും വലതും മാത്രമല്ല BJPയും ശക്തമായ മത്സരമാണ് കാഴ്ചവെക്കുന്നത്. വിജയിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യമാണ് BJPക്കുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJP ചൂണ്ടൽ മേഖലാ പ്രസിഡന്റ് സരിത ജയേഷ് അധ്യക്ഷയായി. പാവർട്ടി മണ്ഡലം വൈസ് പ്രസിഡന്റ് സന്തോഷ് കോലാരി, ജനറൽ സെക്രട്ടറി PG ജിനീഷ്, പ്രാദേശിക നേതാക്കളായ MS സുധാകരൻ, മണികണ്ഠൻ കണ്ടമ്പുള്ളി, MS സതീശൻ, ജോസഫ് തലക്കോട്ടൂർ, ശ്രീജിത്ത് പയ്യൂർ, KG രഞ്ജിത്ത്, സുനിൽ പയ്യൂർ എന്നിവർ സംസാരിച്ചു. മണലൂരിലെ UDF സ്ഥാനാർത്ഥി TN പ്രതാപന്റെ പ്രചരണ പര്യടനം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ആവേശകരമായ സ്വീകരണങ്ങൾ ഒരുക്കി പ്രവർത്തകർ. ശനിയാഴ്ച രാവിലെ തൈക്കാട് മേഖലയിലും ഉച്ചയ്ക്ക് ശേഷം എളവള്ളി പഞ്ചായത്തിലുമായിരുന്നു പര്യടനം. തുറന്ന വാഹനത്തിൽ കൈകൾ വീശി വോട്ടർമാരെ അഭിവാദ്യം ചെയ്തുകൊണ്ടായിരുന്നു സ്ഥാനാർത്ഥി പര്യടനം നടത്തിയത്. ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും നിരവധി പേരാണ് സ്ഥാനാർത്ഥിയെ കാണാനും ആശീർവദിക്കാനും എത്തിയത്. രാവിലെ 8 മണിക്ക് തൈക്കാട് തിരുവ് സെന്ററിൽ KPCC ജനറൽ സെക്രട്ടറി MP വിൻസെന്റ് പര്യടനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. റഷീദ് കുന്നിക്കൽ, BV ജോയ്, AT സ്റ്റീഫൻ മാസ്റ്റർ, റഷീദ് കുന്നിക്കൽ, ലത പ്രേമൻ, സത്യൻ കുന്നത്തുള്ളി, മെഹറൂഫ്, TM ഷെജിൻ, കൃഷ്ണകുമാർ എന്നിവർ സംബന്ധിച്ചു. മില്ലുംപടി, പാലാ ബസാർ, കോതക്കുളങ്ങര, ചിറ്റാട റോഡ്, ചക്കംകണ്ടം മസ്ജിദ് എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം മാമാ ബസാറിൽ സമാപിച്ചു. ഉച്ചയ്ക്ക് ശേഷം എളവള്ളി പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിലും സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CCTV ഒരുക്കുന്ന പ്രത്യേക സ്ഥാനാർത്ഥി ചർച്ച ജനവിധി 2026 അന്തിമഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു. ഞായറാഴ്ച ഗുരുവായൂരിലെ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി CH റഷീദ് പങ്കെടുക്കുന്ന ചർച്ച രാവിലെ 10 മണിക്ക് സംപ്രേഷണം ചെയ്യും. മാറാനുറച്ച് ഗുരുവായൂർ എന്ന മുദ്രാവാക്യം ഉയർത്തി നടത്തുന്ന പ്രചരണത്തിലൂടെ ലഭിക്കുന്ന ആത്മവിശ്വാസം, എതിർ സ്ഥാനാർത്ഥിയുടെ വിവാദ പരാമർശം വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കുമോ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എതിർ പാർട്ടികൾ തമ്മിൽ ഡീൽ ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം മുസ്ലിം ലീഗ് സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടിയായ CH റഷീദ് മനസ്സ് തുറക്കും. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ശേഷം വൈകിട്ട് 6 മണിക്കും രാത്രി 10:30 പുനഃസംപ്രേഷണവും കാണാം. സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ലല്ലോ, പത്രിക തള്ളി പോകുക എന്നുള്ളത്. BJPക്ക് പിന്തുണയ്ക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ടായാൽ BJPയുടെ വോട്ട് അവിടെ വരട്ടെ. എന്തുകൊണ്ട് BJPയുടെ വോട്ട് അവിടെ ഉണ്ടായില്ല? വോട്ട് ഏകപക്ഷീയമായി പോയല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ഡീലിന്റെ ഭാഗമാണെന്നാണ് ഞങ്ങൾ ഇപ്പൊ നിലവിലുള്ള MLAക്ക് ഏറ്റവും വലിയ വോട്ട് കിട്ടി ആ തെരഞ്ഞെടുപ്പിൽ. ലീഡല്ല, ടോട്ടൽ വോട്ട് നിങ്ങൾ നോക്കുക. വോട്ടിന്റെ എണ്ണം എത്ര വർദ്ധിച്ചു എന്നുള്ളതാണ്. KV അബ്ദുൽ ഖാറിനേക്കാൾ എത്ര വോട്ട് ഈ NK അക്ബറിന് കിട്ടിയെന്നാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത്. ആ വോട്ട് സ്വാഭാവികമായി BJP സമ്പൂർണ്ണമായിട്ട് LDFലേക്ക് വോട്ട് പോയി എന്നാണ് UDFന്റെ ആരോപണം. കുന്നംകുളത്ത്
KSRTC ബസും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച അപകടം. ടാങ്കർ ലോറി ഡ്രൈവർ 1 മണിക്കൂറോളം ക്യാബിനിൽ കുടുങ്ങി. ഒടുവിൽ വാഹനത്തിന്റെ മുൻഭാഗം വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത്. കുന്നംകുളം നഗരമധ്യത്തിൽ KSRTC ബസും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച് വലിയ അപകടമാണ് ഉണ്ടായത്. ടാങ്കർ ലോറി ഡ്രൈവർ മലപ്പുറം മൊറയൂർ സ്വദേശി തിരുവാലിപ്പറമ്പ് വീട്ടിൽ 53 വയസ്സുള്ള ഷൌക്കത്തിനാണ് സാരമായി പരിക്കേറ്റത്. ശനിയാഴ്ച പുലർച്ചെ 3:30യോടെയായിരുന്നു അപകടം. തൃശൂരിൽ നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന KSRTC സൂപ്പർ ഡീലക്സ് ബസും കോഴിക്കോട് ഭാഗത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് പാമോയിൽ കയറ്റാനായി പോയ ടാങ്കർ ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ടാങ്കർ ലോറിയുടെ മുൻവശം പൂർണ്ണമായും തകർന്നു. ബസിന്റെ മുൻഭാഗത്തിനും ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തെ തുടർന്ന് ടാങ്കർ ലോറിയുടെ ഡ്രൈവർ ഷൌക്കത്ത് തകർന്ന ക്യാബിനുള്ളിൽ കുടുങ്ങി. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ കുന്നംകുളം ഫയർഫോഴ്സ് യൂണിറ്റ് ഏറെ പരിശ്രമിച്ചാണ് ഇയാളെ പുറത്തെടുത്തത്. ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് ലോറിയുടെ മുൻവശത്തെ സീറ്റും മറ്റു ഭാഗങ്ങളും മുറിച്ചുമാറ്റിയ ശേഷമാണ് ഡ്രൈവറെ പുറത്തിറക്കിയത്. ഇദ്ദേഹത്തിന്റെ 2 കാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റു. ഷൌക്കത്തിനെ ഉടൻ തന്നെ സമീപമുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുലർച്ചെ നടന്ന അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ റോഡിൽ നിന്നും നീക്കം ചെയ്ത ശേഷം ഗതാഗതം പുനഃസ്ഥാപിച്ചു. കടവല്ലൂർ കല്ലുംപുറം പഴഞ്ഞി റോഡിലെ പാറപ്പുറത്ത് ലോറി താഴ്ന്നതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. ഇരുചക്ര വാഹനങ്ങൾ മാത്രമാണ് ഇതുവഴി കടത്തിവിടുന്നത്. ശനിയാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. കൊയ്ത്തു കഴിഞ്ഞ് സൂക്ഷിച്ചു വെച്ചിരുന്ന നെല്ല് കയറ്റിയതിനു ശേഷം ലോറി തിരിക്കുമ്പോഴായിരുന്നു അപകടം. ലോറിയുടെ പുറകുവശത്തെ ടയർ പൂർണ്ണമായും താഴ്ന്ന നിലയിലായിരുന്നു. സമീപത്ത് ഇലക്ട്രിക് പോസ്റ്റുകൾ ഉണ്ടെങ്കിലും അതിൽ തട്ടാത്തതിനാൽ വലിയ അപകടം ഒഴിവായി. എരുമപ്പെട്ടി മങ്ങാട് സെന്റ് ജോർജ് ദേവാലയത്തിലെ വിശുദ്ധ ഗീവർഗീസിന്റെയും വിശുദ്ധ സെബസ്ത്യനോസിന്റെയും 108ാമത് സംയുക്ത ഊട്ടുതിരുനാൾ ഏപ്രിൽ 6, 7, 8, 9 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ന് രാത്രി 11:30 ഉയിർപ്പ് തിരുകർമ്മങ്ങൾക്കും വിശുദ്ധ കുർബാനയ്ക്കും ശേഷം തിരുനാൾ കൊടിയേറ്റം നടക്കും. ഏപ്രിൽ 6 വൈകിട്ട് 5:30 ഫാദർ തോമസ് പൂപ്പാടിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മം ഉണ്ടാകും. 7-ാം തീയതി അമ്പ് വള പ്രദക്ഷിണം വീടുകളിലേക്കും തിരിച്ച് പള്ളിയിലേക്കും എത്തും. തുടർന്ന് 300-ൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന മെഗാ ബാൻഡ് മേളം നടക്കും. തിരുനാൾ ദിനമായ ഏപ്രിൽ 8 ബുധനാഴ്ച രാവിലെ 7-ന് വിശുദ്ധ കുർബാന, തിരുനാൾ ഊട്ട്, വെഞ്ചിരിപ്പ് എന്നിവ നടക്കും. പായസം ഉൾപ്പെടെ 10,000 പേർക്കുള്ള ഭക്ഷണം തിരുനാൾ ഊട്ടിൽ നൽകും. പള്ളി വികാരി ഫാദർ പ്രിൻസ് പിണ്ടിയാൻ കാർമ്മികത്വം വഹിക്കും. 10-ന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ സെബി പുത്തൂർ മുഖ്യ കാർമ്മികനാകും. തുടർന്ന് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജേസൺ കൂനംപ്ലാക്കൽ തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 4-ന് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ഫ്രാൻസിസ് കുത്തൂർ കാർമ്മികനാകും. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടാകും. വിശുദ്ധ ഗീവർഗീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും 108ാമത്തെ സംയുക്ത തിരുനാളാണ്. കൂട്ടുതിരുനാളായിട്ടാണ് ഞങ്ങൾ ആഘോഷിക്കുക. തിരുനാളിന്റെ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഞങ്ങളുടെ ഈ വർഷം കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് ചെയ്യുക. രോഗികൾക്ക് മെഡിക്കൽ എയ്ഡായിട്ട് അവർക്ക് സഹായിക്കുകയാണ്. അപ്പോൾ അന്ന് ബുധനാഴ്ച ജനങ്ങൾക്കായിട്ട് ഊട്ടാണ്, നേർച്ച ഊട്ടാണ് ഉണ്ടായിരിക്കുക. തലേദിവസം ചൊവ്വാഴ്ച അന്ന് രാവിലെ വീടുകളിലേക്ക് അമ്പ് ഇറങ്ങും. വൈകിട്ടാണ് അമ്പ് തിരിച്ചു വരിക. ഏകദേശം ഒരു 11:30 കൂടിയാണ് പള്ളിയിൽ എല്ലാ അമ്പും സമാപിക്കുക. അതിനുശേഷം പള്ളിയിൽ ഒരു മെഗാ ബാൻഡ് മേളം ഉണ്ടായിരിക്കുന്നതാണ്. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ പ്രിൻസ് പിണ്ടിയാൻ, ട്രസ്റ്റിമാരായ PP ജോസ്, CA മാഗി, ജനറൽ കൺവീനർ ഡെന്നി ഡേവിഡ്, ജോയിന്റ് ജനറൽ കൺവീനർ ജോജു ഫ്രാൻസിസ് എന്നിവർ പങ്കെടുത്തു. ചങ്ങരംകുളം വളയംകുളത്ത് ആക്രിക്കടയ്ക്ക് തീപിടിച്ചു. ശനിയാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു തീപിടുത്തം. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയോരത്ത് വളയംകുളം MVM സ്കൂളിന് മുൻവശത്ത് പ്രവർത്തിച്ചിരുന്ന ആക്രിക്കടയാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. തീപിടിച്ചതറിഞ്ഞ് ഓടിക്കൂടിയ നാട്ടുകാർ തീയണയ്ക്കാൻ ശ്രമം നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. തുടർന്ന് നാട്ടുകാർ ചങ്ങരംകുളം പോലീസിലും ഫയർഫോഴ്സിലും വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് പൊന്നാനിയിൽ നിന്നും കുന്നംകുളത്തു നിന്നുമായി 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. സമീപത്ത് സ്കൂളും കെട്ടിടങ്ങളും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിലും ഇവിടേക്ക് തീ പടരാതിരുന്നത് വലിയ അപകടമൊഴിവാക്കി. ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായത്. ചിയാനൂർ സ്വദേശിയായ ജലീലിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് കത്തിനശിച്ചത്. തീപിടിക്കാനുള്ള കാരണം വ്യക്തമല്ല. പൊന്നാനി ഫയർ സ്റ്റേഷൻ ഓഫീസർ P സുനിൽ, സീനിയർ ഫയർ ഓഫീസർ NA സുമിത്, ഫയർ ഓഫീസർമാരായ EJ നൂരി ഹിലാൽ, PP അബ്ദുൾ മനാഫ്, നന്ദു, രാകേഷ്, ജിതേഷ്, ഹോംഗാർഡ്മാരായ M സുരേഷ്, സത്യൻ, ഫയർഫോഴ്സ് ഡ്രൈവർമാരായ ഷമീറുദ്ദീൻ, അഭിനവ് എന്നിവർ നേതൃത്വം നൽകി.
സഭാ തർക്കം ചാലിശ്ശേരിയിൽ യാക്കോബായ വിഭാഗത്തിന്റെ പ്രാർത്ഥനാ യജ്ഞം 3-ാം നാൾ പിന്നിട്ടു. പീഠാനുഭവാരത്തിൽ 4 ദിവസത്തേക്ക് മാതൃദേവാലയത്തിന്റെ സെമിത്തേരിയിൽ പ്രവേശിച്ച് കല്ലറകളിൽ പ്രാർത്ഥിക്കാനുള്ള അനുമതി ഹൈക്കോടതി നൽകിയിരുന്നു. ഇത് നടപ്പിലാക്കാൻ സാധിച്ചില്ലെന്നാണ് യാക്കോബായ വിശ്വാസികളുടെ പരാതി. ഇതിനെതിരായാണ് പ്രാർത്ഥനാ യജ്ഞം രാത്രിയും പകലും തുടരുന്നത്. വെള്ളിയാഴ്ച രാത്രിയിൽ മാതൃദേവാലയത്തിന് മുന്നിൽ നടന്ന പ്രാർത്ഥനയിൽ ജേക്കബ് ചാലിശ്ശേരി കോർ എപ്പിസ്കോപ്പ പ്രസംഗിച്ചു. ശനിയാഴ്ച മരിച്ചവരുടെ ഓർമ്മയെ അനുസ്മരിച്ച കുർബാനയ്ക്ക് ശേഷം മാതൃദേവാലയത്തിന് മുന്നിൽ പ്രത്യേക പ്രാർത്ഥന നടത്തി. വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവർ നേതൃത്വം നൽകി. സംഭവസ്ഥലത്ത് ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ ഓഫീസർ ബിജോയുടെ നേതൃത്വത്തിൽ ചാലിശ്ശേരി പോലീസും പട്ടാമ്പി ഫയർഫോഴ്സും ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കക്ഷിയുടെ പേരും പറഞ്ഞ് പ്രതിസന്ധികൾ ഉണ്ടാക്കിക്കൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളിലൂടെ അതിജീവിച്ചു പോകുന്ന ഒരു കൂട്ടം ആളുകളാണ്. മലങ്കര സഭയിൽ 80% കൂടുതൽ ആളുകളും ഞങ്ങളുടെ സമൂഹത്തിലാണ്. കടവല്ലൂരിൽ കാറുകൾ കൂട്ടിയിടിച്ച അപകടം. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ കടവല്ലൂർ സ്കൂൾ സ്റ്റോപ്പിൽ ശനിയാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു അപകടം നടന്നത്. ആർക്കും പരിക്കില്ല. കുന്നംകുളം ഭാഗത്തു നിന്നും വന്നിരുന്ന ഗുഡ്സ് ഓട്ടോറിക്ഷ സ്കൂൾ സ്റ്റോപ്പിൽ നിന്നും കടവല്ലൂർ വടക്കുമുറി റോഡിലേക്ക് തിരിയുന്നതിനിടയിൽ പുറകിൽ വന്നിരുന്ന കാർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതിനെ തുടർന്ന് പുറകിൽ വന്ന മറ്റൊരു കാർ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ 2 കാറുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. സ്കൂൾ ക്രിക്കറ്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി യുവ ക്രിക്കറ്റ് പ്രതിഭകളെ കണ്ടെത്തുന്നതിനായി വടക്കാഞ്ചേരിയിലും തലക്കോട്ടുകരയിലും ഹോപ്സ് ക്രിക്കറ്റ് അക്കാദമിയും വടക്കാഞ്ചേരി ക്രിക്കറ്റ് ക്ലബ്ബും സംയുക്തമായി സമ്മർ ക്രിക്കറ്റ് കോച്ചിംഗ് ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൃശൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് ഒരുക്കുന്നത്. ഏപ്രിൽ 6-നും 7-നും 2 ഘട്ടങ്ങളിലായി പ്രാഥമിക സെലക്ഷൻ ട്രയൽസ് നടക്കും. ഇതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികൾക്കായിരിക്കും ക്യാമ്പിൽ പ്രവേശനം നൽകുക. BCCI ലെവൽ 1 and 2 കോച്ചും സ്കിൽ ഇന്ത്യ ലെവൽ 2 പരിശീലകനുമായ പ്രശസ്ത കോച്ച് സലീം ഉരമ്പത്താണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത്. അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ മാർഗനിർദ്ദേശങ്ങൾ യുവതാരങ്ങൾക്ക് മികച്ച അടിത്തറ സൃഷ്ടിക്കാൻ സഹായകരമാകും. സെലക്ഷൻ ട്രയൽസിൽ മികവ് പുലർത്തുന്ന ഏറ്റവും മികച്ച താരങ്ങൾക്ക് സ്കോളർഷിപ്പോടെയുള്ള പരിശീലനം നൽകുന്നതാണ്. അണ്ടർ 9, അണ്ടർ 12, അണ്ടർ 14, അണ്ടർ 16, അണ്ടർ 18 എന്നീ വിഭാഗങ്ങളിലുള്ള കുട്ടികൾക്ക് ക്യാമ്പിൽ പങ്കെടുക്കാം. ഏപ്രിൽ 6-ന് വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലും ഏപ്രിൽ 7-ന് തലക്കോട്ടുകര വിദ്യ എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിലുമായിരിക്കും സെലക്ഷൻ നടക്കുക. സീറ്റുകൾ പരിമിതമായതിനാൽ താൽപ്പര്യമുള്ളവർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും 9645990111 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണെന്ന് ക്രിക്കറ്റ് അക്കാദമി ഭാരവാഹികളായ സലീം ഉരമ്പത്ത്, ടിൻഡു വടക്കാഞ്ചേരി, KM മനോജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ കളഞ്ഞുകിട്ടിയ സ്വർണം ഉടമയ്ക്ക് തിരികെ നൽകി CPIM പ്രവർത്തകർ മാതൃകയായി. ചമ്മന്നൂർ ലക്ഷം വീട് ഉന്നതി പരിസരത്ത് താമസിക്കുന്ന സിനി ബാലകൃഷ്ണന്റെ മകളുടെ അരപ്പവൻ തൂക്കമുള്ള കൈച്ചെയിൻ കഴിഞ്ഞ ദിവസം നഷ്ടപ്പെട്ടിരുന്നു. ബുധനാഴ്ച LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വീട് കയറിയുള്ള പ്രവർത്തനത്തിനിടെ CPIM പ്രവർത്തകരായ സജീവന്റെ ഭാര്യ ഷീജ, പ്രേമ ജയബാലൻ എന്നിവർക്കാണ് സ്വർണം വഴിയിൽ നിന്നും ലഭിച്ചത്. പിന്നീട് ഷീജ ഭർത്താവായ സജീവനെ സ്വർണം ഏൽപ്പിച്ചു. സജീവ ലക്ഷം വീടിന്റെ പരിസരങ്ങളിൽ നടത്തിയ അന്വേഷണത്തിൽ ഉടമയായ സിനി ബാലകൃഷ്ണനെ കണ്ടെത്തി. രാജൻ മാസ്റ്റർ, അലി, പുരുഷോത്തമൻ, മുസ്തഫ എന്നിവരുടെ സാന്നിധ്യത്തിൽ സ്വർണം കൈമാറി. ഉത്സവ സീസണായതോടെ വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിൽ തിരക്കേറുന്നു. സാധാരണക്കാരുടെ വസ്ത്രലോകം എന്ന് വിശേഷണമുള്ള കുന്നംകുളം കേരള വസ്ത്രാലയത്തിൽ എല്ലാത്തരം വസ്ത്രങ്ങളുടെയും വിപുലമായ ശേഖരമാണ് ഒരുക്കിയിട്ടുള്ളത്. ആഘോഷങ്ങൾ ഏതു തന്നെയായാലും പുതുവസ്ത്രങ്ങൾ ഒഴിച്ചുകൂടാനാവാത്തതാണ് മലയാളികൾക്ക്. പുതിയ കാലഘട്ടത്തിന് അനുയോജ്യമായ വസ്ത്രങ്ങൾ ഒരുക്കുന്ന വസ്ത്രാലയങ്ങളിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. പുതുപുത്തൻ വസ്ത്രങ്ങളുടെ വിശാല ശേഖരമൊരുക്കിയ കേരള വസ്ത്രാലയത്തിലും തിരക്ക് വർദ്ധിക്കുകയാണ്. വിവാഹാവശ്യങ്ങൾക്ക് മാത്രമല്ല എല്ലാത്തര ഉത്സവാഘോഷങ്ങൾക്കും അനുയോജ്യമായ വസ്ത്രങ്ങൾ, ഡ്രസ് കോഡുകൾ എല്ലാം കേരള വസ്ത്രാലയത്തിൽ ലഭ്യമാണ്. ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ ഉപഭോക്താക്കളുടെ ബഡ്ജറ്റിനുള്ളിൽ നിന്ന് ലഭ്യമാക്കുന്നു എന്നുള്ളതാണ് കേരള വസ്ത്രാലയത്തിന്റെ പ്രത്യേകത. മാറുന്ന കാലത്തിനും മാറിവരുന്ന വസ്ത്രസങ്കല്പങ്ങൾക്കും അനുസരിച്ച് വ്യത്യസ്തവും മനോഹരവുമായ വസ്ത്രങ്ങൾ ഒരുക്കുകയാണ് കേരള വസ്ത്രാലയം. ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തെ അനുസ്മരിച്ച് വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു. ദുഃഖശനിയാചരണവും വിവിധയിടങ്ങളിലായി നടന്നു. വിശദാംശങ്ങളിലേക്ക്. മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ ദുഃഖശനിയാഴ്ചയിൽ ഈശോയെ അനുസ്മരിച്ചുകൊണ്ട് തിരിതെളിയിക്കൽ, മാമോദിസ നവീകരണത്തിന്റെ ഭാഗമായി വെള്ളം വെഞ്ചരിപ്പും നടന്നു.
ഫൊറോന വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ തിരുകർമ്മങ്ങൾക്ക് മുഖ്യകാർമ്മികനായി. കൈക്കാരന്മാരായ ഷാജ് കെ സൈമൺ, സി കെ ജോയ്, എം ജെ ജോഷി, സി ടി സ്പാർട്ടക്സ് എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ ദുഃഖശനിയാഴ്ച വികാരി ഫാദർ സജയ് ജോസും ശുശ്രൂഷകരും വിശ്വാസികളും ചേർന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചു. ഉച്ചയ്ക്ക് കുർബാനാനന്തരം വാങ്ങിപ്പോയവർക്കു വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടത്തി. വാഗ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ പീഠാനുഭവ ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ ജോബി പുത്തൂർ കാർമ്മികനായി. വൈകിട്ട് 4-ന് വികാരിയുടെയും കൈക്കാരന്മാരുടെയും നേതൃത്വത്തിൽ വിലാപയാത്ര വാഗ ഇടവകയുടെ എല്ലാ അതിർത്തികളിലൂടെയും നടത്തി. കോട്ടപ്പടി ഇടവകാംഗം ഡീക്കൻ ബ്രദർ എൽദോ ചീരൻ പീഠാനുഭവ സന്ദേശം നൽകി. പിന്നീട് ഇടവകാംഗങ്ങൾ അഭിനയിച്ച പീലാത്തോസിന്റെ ഭവനം മുതൽ ഗാഗുൽത്ത വരെയുള്ള യേശുവിന്റെ പീഡസഹനത്തിന്റെയും കുരിശുമരണത്തിന്റെയും കല്ലറയിൽ അടക്കം ചെയ്യുന്നതിന്റെയും ദൃശ്യാവിഷ്കരണം കൺവീനർ കെ ടി ലാസറിന്റെ നേതൃത്വത്തിൽ നടത്തി. കമ്മിറ്റി അംഗങ്ങളായ കെ എൽ ജീസ്, ആൽവിൻ ആൻഡോ, ബിൽവിൻ ആൻഡോ, കെ ജെ ജസ്വിൻ, ഷാജി ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി. വെള്ളർക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവകയിൽ രാവിലെ വിശുദ്ധ കുർബാനയും പീഠാനുഭവ ചരിത്രവായനയും വിശുദ്ധ കുരിശിന്റെ ചുംബനവും നടന്നു. ഉച്ചതിരിഞ്ഞ് ഇടവക വികാരി ഫാദർ ജോഫി ചിറ്റിലപ്പിള്ളിയുടെയും കൈക്കാരന്മാരായ വി എൽ ജോർജ്, തേർമഠം ജോഷി, റിൻഡോ പി എഫ്, അനുജിത് സി ജെ എന്നിവരുടെയും യുവജനങ്ങളുടെയും നേതൃത്വത്തിൽ കുരിശിന്റെ വഴി നടന്നു. തൊഴിയൂർ സെന്റ് ജോർജ് ഭദ്രാസന ഇടവക പള്ളിയിൽ നടന്ന ദുഃഖവെള്ളി ശുശ്രൂഷകൾക്ക് സഭാപരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രോപൊലീത്ത പ്രധാന കാർമ്മികത്വം വഹിച്ചു. വെള്ളിയാഴ്ച രാവിലെ ആരംഭിച്ച ശുശ്രൂഷകൾ വൈകിട്ട് കബറടക്ക ശുശ്രൂഷയോടെ സമാപിച്ചു. കർത്താവിന്റെ ഗാഗുൽത്തായിലേക്കുള്ള യാത്രയെ അനുസ്മരിച്ച് പള്ളിക്കകത്ത് പ്രത്യേക പ്രദക്ഷിണവും നടത്തി. തുടർന്ന് വിശ്വാസികൾക്കായി കഞ്ഞി നേർച്ചയുമുണ്ടായിരുന്നു. ഡീക്കൻ ഔഗൻ മാങ്ങൻ, ഡീക്കൻ ജൊഹാൻ പനക്കൽ എന്നിവർ സന്നിഹിതരായിരുന്നു. ഇടവക വികാരി ഫാദർ ബെന്യാമിൻ ചിറ്റിലപ്പിള്ളി, സെക്രട്ടറി ജോഷി ജോസ്, ട്രഷറർ റീഫിസൺ ബാബു എന്നിവരടങ്ങിയ ഇടവക കമ്മിറ്റി നേതൃത്വം നൽകി. ആറ്റുപുറം സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വികാരി ഫാദർ റിജോ വിധേയത്തിൽ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് യേശുവിന്റെ മൃതശരീരരൂപം വഹിച്ചുകൊണ്ടുള്ള നഗരി കാണിക്കൽ പദയാത്രയുമുണ്ടായിരുന്നു. ബ്രദർ പ്രിൻസ് കിളിയമ്പ്രായിൽ അനുസ്മരണ സന്ദേശം നൽകി. പദയാത്രയ്ക്ക് ട്രസ്റ്റിമാരായ സി വി ജേക്കബ്, സി എ ബോസ്, എം ആർ ഷെജി, കേന്ദ്രസമിതി കൺവീനർ പി ഐ ആൻഡോ, ഇടവക സെക്രട്ടറി കെ ജെ ജിജോ, യൂണിറ്റ് ഭാരവാഹികളും നേതൃത്വം നൽകി. അഞ്ഞൂർ സെന്റ് സേവിയേഴ്സ് കത്തോലിക്ക ദേവാലയത്തിൽ ദുഃഖവെള്ളി തിരുക്കർമ്മങ്ങൾ ഭക്തിനിർഭരമായി. ഫാദർ ഷിൻഡോ പാറയിൽ കാർമ്മികനായി. പീഡാനുഭവ സ്മരണ അനുസ്മരിച്ചുകൊണ്ട് വിലാപയാത്രയുണ്ടായി. ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച പദയാത്ര ചിറ്റഞ്ഞൂർ വഴി ദേവാലയത്തിൽ സമാപിച്ചു. അഞ്ഞൂർ ഇടവക KCYM സംഘടനയുടെ നേതൃത്വത്തിൽ യേശുവിൻ്റെ ജീവിത പീഡാനുഭവ സംഭവ ചിത്രീകരണ നിഴൽ നാടകവും അരങ്ങേറി. കൈക്കാരന്മാരായ ജോൺസൺ MV, ലിയോൺ CL, കുര്യാക്കോസ് ഒലക്കേങ്കിൽ എന്നിവർ നേതൃത്വം നൽകി. മകൻ മരിച്ച് 20ാം ദിനം മാതാവും മരിച്ചു. എരുന്നല്ലൂർ എഴുത്തുപുരയ്ക്കൽ പരേതനായ ബാലൻ മകൻ സുരേഷ് 20 ദിവസം മുമ്പ് മരിച്ചിരുന്നു. സുരേഷിന്റെ മാതാവ് 79 വയസ്സുള്ള ദമയന്തി കഴിഞ്ഞ ദിവസവും നിര്യാതയായി. ഉദരസംബന്ധമായ രോഗത്തെ തുടർന്ന് ശസ്ത്രക്രിയ നടന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. ഉഷ, ഷീജ, മുകുന്ദൻ, പ്രമീള എന്നിവർ മറ്റു മക്കളാണ്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,835 രൂപ, പവന് 1,10,680 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 250 രൂപ. ചരമം. കാണിപ്പയ്യൂർ ബ്ലോക്ക് റോഡിൽ കാർത്തുള്ളിൽ പരേതനായ കണ്ടപ്പു എന്ന ശങ്കരൻ ഭാര്യ ജാനകി നിര്യാതയായി. 96 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. ബ്രഹ്മകുളം ചുങ്കത്ത് ജേക്കബ് ഭാര്യ മേരി നിര്യാതയായി. 89 വയസ്സായിരുന്നു. സംസ്കാരം ബ്രഹ്മകുളം സെന്റ് തോമസ് ദേവാലയ സെമിത്തേരിയിൽ നടത്തി. പരേതനായ തോമസ്, സിസിലി, വർഗീസ്, ജോണി, സണ്ണി, ജിൻസി, ആൻസി എന്നിവർ മക്കളാണ്. എരുമപ്പെട്ടി മുരിങ്ങാത്തേരി പരേതനായ ലോനപ്പന്റെ മകൻ പീറ്റർ നിര്യാതനായി. 67 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളി സെമിത്തേരിയിൽ നടത്തും. ജെസി ഭാര്യയും ജോൺ, സെറീന, സന്യ എന്നിവർ മക്കളുമാണ്. റോസി മാതാവാണ്.
പെരുമ്പിലാവ് തിപ്പിലശ്ശേരി വടക്കൂട്ടയിൽ ഗോപാലൻ നായർ നിര്യാതനായി. 86 വയസ്സായിരുന്നു. വിലാസിനിയാണ് ഭാര്യ. സുജേഷ്, സന്തോഷ് എന്നിവർ മക്കളാണ്. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ TK വാസു, M ബാലാജി, പാലക്കാട് DCC ജനറൽ സെക്രട്ടറി P മാധവദാസ്, കുന്നംകുളം നിയമസഭാ മണ്ഡലം സ്ഥാനാർത്ഥികളായ AC മൊയ്തീൻ, KR റജിൽ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. 16ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം ആവേശകരമായ അന്ത്യത്തിലേക്ക്. പരസ്യപ്രചരണം ചൊവ്വാഴ്ച വൈകിട്ട് വരെ, വ്യാഴാഴ്ച ജനം വിധിയെഴുതും. ആവനാഴിയിലെ അവസാന ആയുധവും പുറത്തെടുത്ത അതിശക്തമായ പ്രചരണത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ. രാഹുൽ ഗാന്ധി തിങ്കളാഴ്ച കുന്നംകുളത്ത്. വൈകിട്ട് 3:30യോടെയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കുന്നംകുളത്തെത്തുക. സ്വീകരണത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായും കുന്നംകുളത്ത് ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും UDF നേതൃത്വം. ദേവപുത്രന്റെ കുരിശുമരണത്തിന് ശേഷമുള്ള ഉയിർപ്പിനെ അനുസ്മരിച്ച് ക്രൈസ്തവ സമൂഹം ഈസ്റ്റർ ആഘോഷത്തിലേക്ക്. ആത്മവിശുദ്ധിയുടെ 50 നാൾ നീണ്ട വലിയ നോമ്പാചരണത്തിന് ശേഷമാണ് വിശ്വാസികൾ ഉയിർപ്പ് ഞായർ ആഘോഷിക്കുക. ദേവാലയങ്ങളിൽ വിപുലമായ ഒരുക്കങ്ങൾ. കുന്നംകുളത്ത് KSRTC ബസും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച അപകടം. ടാങ്കർ ലോറി ഡ്രൈവർക്ക് സാരമായി പരിക്ക്. 1 മണിക്കൂറോളം ക്യാബിനിൽ കുടുങ്ങിയ ഡ്രൈവറെ പുറത്തെടുത്തത് വാഹനത്തിന്റെ മുൻഭാഗം വെട്ടിപ്പൊളിച്ച്. അപകടം ശനിയാഴ്ച പുലർച്ചെ 3:30യോടെ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.